യോ വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും അതിമനോഹരമായ പുതിയ വീഡിയോയിലേക്ക് ഗായ്സ് നിങ്ങൾക്ക് അവരും ഗായ്സ് സുസ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒരു മൂവി സജഷനാണ്. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്നിയായ ദ കിയാനു റീവ്സ്, ദ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ, ഹോളിവുഡിലെ പാവം. ഓക്കെ, ഹോളിവുഡിലെ ഏറ്റവും നൈസസ്റ്റ് ആയിട്ടുള്ള ഒരു ഗായിയാണ് നമ്മുടെ കിയാനു റീവ്സ്. അപ്പോൾ കിയാനു റീവ്സിൻ്റെ ഏറ്റവും മികച്ച 5 സിനിമകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ ഇന്നത്തെ മൂവി സജഷനായിട്ട് ഞാൻ വയ്ക്കുന്നത്. കാണാതെ പോകരുത്. ഞാൻ ഈ പറയുന്ന സിനിമകൾ അത്രയും നിങ്ങൾ എന്താ പറയുക ലൈഫിൽ നിങ്ങൾ എന്താ പറയുക കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും തുടങ്ങാം ഗൈസ്. ഇതിൽ അഞ്ചാമത് ഞാൻ പറയാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ബ്രേക്കാണ്. പോയിന്റ് ബ്രേക്ക് എനിക്ക് തോന്നുന്നത് 1991 തോന്നുന്നത് ഇറങ്ങിയത്. അത് 90s വൺ ഓഫ് ദ ക്ലാസിക് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് നമ്മുടെ പോയിന്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. ഒരു കിയാനു റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ കവർ എന്താ പറയുക ഒരു പോലീസുകാരനായിട്ട് വരുന്നു. എന്നിട്ട് എന്താ പറയുക ഒരു ഈ ബാങ്ക് റോബേഴ്സും കുറേ ഗ്യാങ്ങുമായിട്ടുള്ള ഫുൾ ആക്ഷനും ഇമോഷനും നല്ല ത്രില്ലും ആയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കിടിലം ഒരു സിനിമയാണ് നമ്മുടെ പോയിന്റ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആമസോൺ മറ്റേ പ്രൈമിലൊക്കെ എന്താ പറയുക അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും തീർച്ചയായിട്ടും 90 ഇറങ്ങിയ പോയിന്റ് ബ്രേക്കാണ് എനിക്ക് എന്താ പറയുക 5ാമത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് 4ാമത്തിലോട്ട് പോകാം. 4ാമത്തിലോട്ട് പോകുമ്പോഴേക്കും കളി മാറും. കാരണം എന്ന് വെച്ചാൽ 4ാമതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക 90s കിഡ്സിനെ എന്താ പറയുക സ്പീഡ് സിനിമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പറയാം. കാരണം എല്ലാവരുടെ വീട്ടിലും എന്താ പറയുക അതിൻ്റെ സ്പീഡിൻ്റെ ഒരു CD അല്ലെങ്കിൽ എന്താ പറയുക ഒരു DVD എങ്കിലും എന്താ പറയുക എല്ലാവർക്കും തന്നെ കാണും. DVD ഞാൻ ഉദ്ദേശിച്ച കാസറ്റ്. ഓക്കെ, ആ CD അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായിരുന്നാലും സ്പീഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് 50 കിലോമീറ്റർ 50 മൈൽസ് പെർ അവർ ആണെന്ന് തോന്നുന്നു. 50 മൈലിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ ബസ്സിൽ എന്താ പറയുക പൊട്ടിത്തെറിയും. കാരണം എന്ന് വെച്ചാൽ ബസ്സിൽ എന്താ പറയുക ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. ഒരു കള്ളൻ ബസ്സിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബസ് എന്താ പറയുക താഴെ 50 കിലോമീറ്റർ താഴെ പോയാൽ ബസ് പൊട്ടിത്തെറിക്കും. അപ്പോൾ എന്താ പറയുക 50 മൈൽസിൻ്റെ എന്താ പറയുക മുകളിൽ തന്നെ ബസ് ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പെട്രോൾ ബസ്സിൻ്റെ പെട്രോൾ ഗ്യാസ് തീരാൻ ഇടയ്ക്ക് തീരുന്നുണ്ട്. അതിനുശേഷം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബസ്സിന് ചവിട്ടാന്ന് ഓർത്തിയില്ല. അങ്ങനെ ഒരു കിടിലം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള പല എക്സിക്യൂഷനും അതുപോലെ തന്നെ പല ഒരു കിടിലം എന്താ പറയുക ഒരു കൺസെപ്റ്റിന് എന്താ പറയുക അവർ ഭയങ്കരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു സംഭവമാണ്, ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു പോയിന്റ് ബ്രേക്കിനേക്കാളും അധികം എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യാണ്. സ്പീഡ് നിങ്ങൾ കണ്ടേ പറ്റൂ. സ്പീഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് എന്താ പറയുക ഉണ്ട്. എന്തായിരുന്നാലും സ്പീഡ് നമ്മൾ 4ാമത്തെ സജഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഓക്കെ, ഐഷോ സ്പീഡല്ല, വെറും സ്പീഡ്. അപ്പോൾ എന്താ പറയുക 4ാമത്തെ സജഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ്. അങ്ങനെ നമുക്കിനി എന്താ പറയുക 3ാമത്തിലോട്ട് പോകാം. 3ാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജോൺ വിക്ക്. ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ. കാരണം കേരളത്തിൽ ഒത്തിരി പോപ്പുലാരിറ്റി കൂടുതലാണ് നമ്മുടെ ജോൺ വിക്ക് അണ്ണന്. നമ്മുടെ ഷസാമിൻ്റെ റിവ്യൂ ഒക്കെ പലതും എന്താ പറയുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയുന്നത്. ജോൺ വിക്കിന് ഏകദേശം എന്താ പറയുക കുറേ പാർട്ടുകളുണ്ട്. സ്പിൻ ഓഫ് അങ്ങനെ ഈ ഓഫ് എന്ന് പറഞ്ഞ് ഒരുപാട് പാർട്ടും കാര്യങ്ങളൊക്കെ ജോൺ വിക്കിനുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജോൺ വിക്കിൻ്റെ 4 പാർട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഇത്രയും ഈ ഒരു ഫ്രാഞ്ചൈസിൽ ജോൺ വിക്കിൽ 4 പടങ്ങൾ എന്താ പറയുക നിങ്ങൾ കണ്ടിരിക്കുക. ജോൺ വിക്കിൽ ഫസ്റ്റ് കഥ വളരെ സിമ്പിളാണ്. ജോൺ വിക്കിൻ്റെ പട്ടിയെ എന്താ പറയുക അത് ഭാര്യ മരിക്കുമ്പം ജോൺ വിക്കിനൊരു പട്ടിയെ കൊടുക്കും. അപ്പോൾ ആ ഒരു കള്ളം വന്നത് ആ പട്ടിയെ കൊന്നിട്ട് ഇവൻ്റെ കാറിന് എടുത്തുണ്ടോ. അവിടം തൊട്ട് തുടങ്ങുന്ന ഒരു കഥയാണ്. ഒരു പട്ടി എന്ന് പറയുക ഒരു കള്ളം കൊന്നുകൊണ്ട് ആ പട്ടി മരിക്കാനോടെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് ജോൺ വിക്ക് അങ്ങ് എന്താ പറയുക വിക്കായിട്ട് അങ്ങ് മാറും. ഒരു രക്ഷയല്ല, ഫുള്ളി പാക്ഡ് ആക്ഷൻ. എന്ന് വെച്ചാൽ ഇത് കിയാനു റീവ്സിൻ്റെ ക്യാരക്ടർ തന്നെ എന്താ പറയുക ഓവറോൾ ബിൽഡപ്പ് തന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. ആയിട്ടുള്ള ഒരു അസാസിനാണ് എല്ലാം നഷ്ടപ്പെട്ട് അവൻ തിരിച്ചു ഒരു ബ്രൂട്ടൽ. പിന്നെ ആക്ഷൻ സീക്വൻസ്, ജോൺ വിക്കിൻ്റെ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇരുന്ന് പോകൂടെ, ഒരു രക്ഷയില്ല. നമുക്ക് ടോം യം ഗൂം എന്നൊക്കെ കണ്ടില്ല. ടോം യം ഗൂം എന്ന് പറയുമ്പോൾ കൈ കൊണ്ടുള്ള അടിയിടി സെറ്റപ്പുകളാണ്. പക്ഷേ ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ ഗണ്ണ് കൊണ്ടിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. ജോൺ വിക്ക് 4 ഒക്കെ അയ്യോ എന്ത് രസമാണ് കാണും, എന്ത് രസമാണ്. അതൊക്കെ അവർ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ കിഡിലാണ്. അതുകൊണ്ട് ജോൺ വിക്കിന് ഒന്നും പറയാനില്ല. ജോൺ വിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുക. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക സെക്കൻഡ് കാണാൻ ഒരു ഇത് വരും. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പീക്ക് ലെവലിൽ നമ്മളൊരു മൊമെൻറ്റ് കൊണ്ടെത്തിക്കുമെന്നല്ല, അതുപോലെയാണ് സെക്കൻഡ്. തേർഡ് അതുപോലെയാണ് ഒരു പീക്ക് ലെവലിൽ കൊണ്ടെത്തിക്കും. ഫോർത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ പറയുക എന്ത് കഥയുടെയെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത സജഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ജോൺ വിക്കാണ്. അപ്പോൾ 3ാമത്തെ സജഷൻ ജോൺ വിക്ക്. അപ്പോൾ ഇനി എന്ന് പറയാം നമുക്ക് 2ാമത്തെ ലിസ്റ്റ് പോകാം. ഇനി 2 കൂടെ ഉള്ളത് പേടിക്കണ്ട. അപ്പോൾ 2ാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെട്രിക്സ് ആണ്. മെട്രിക്സ് നമുക്ക് ഇപ്പോൾ ഞാൻ മുമ്പ് ഒരുപാട് ഷോർട്സിലും അതിന് പല വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ
മെയ്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോളിവുഡ് ലെവലിലെ ഈ സിനിമ ഒരു എക്സിക്യൂഷൻ ഒരു ലെവലുണ്ടല്ലോ, അതിന് ഏറ്റവും കൂടുതലൊരു പ്രചോദനം കൊടുത്തൊരു സിനിമയാണ് മെയ്ട്രിക്സ്. കാരണം എന്ന് വെച്ചാൽ സൂപ്പർ ഹീറോ സിനിമകളിൽ നിങ്ങൾക്ക് ഞാൻ പല കാര്യങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നേരത്തെ ഇറക്കിയതുകൊണ്ടാണ് അതിനനുസരിച്ച് ഇൻസ്പയർ ആയിട്ട് ബാക്കിയുള്ള പ്രോഡക്റ്റ് നല്ല പ്രയോഗം വന്നത്. അതിൽ സിനിമകളിൽ ഒരു സൂപ്പർ ഹീറോ മൂവി ഏറ്റവും ടോപ്പിൽ ആദ്യം ഒരു ഇൻസ്പിറേഷൻ വന്നത് നമ്മുടെ സൂപ്പർമാൻ 1978 ഒരു സൂപ്പർമാനാണ്. അതുവരെ സൂപ്പർ ഹീറോ സിനിമകൾക്ക് എന്ന് പറയുന്നത് വലിയ വില കൊടുക്കാതിരുന്നതാണ്. കോമിക്സിനാണ് വില ഉണ്ടായിരുന്നത്, സൂപ്പർ ഹീറോ സിനിമയ്ക്ക് വിലയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ സൂപ്പർമാൻ സിനിമ ഇറങ്ങി അതെന്ത് പറയും തുടരെ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും അങ്ങ് വളർന്നു. മെയ്ട്രിക്സും അതുപോലെയാണ്. ആക്ഷൻ സീക്വൻസ് ഇപ്പോഴും പറയാണ്, ആക്ഷൻ സീക്വൻസ് മെയ്ട്രിക്സിൽ ഇറങ്ങി അതിനുശേഷം ബാക്കിയുള്ള ഇൻഡസ്ട്രി എന്ന് പറയും തുടരെ എന്താണ് പലതും വളർന്നു. മെയ്ട്രിക്സിലെ ആക്ഷൻ സീക്വൻസ് നിങ്ങൾ കാണണം. ഇപ്പോഴും പോലും അതുപോലെ മര്യാദയ്ക്ക് കൊടുത്താൽ മതി ഇറക്കില്ല. ഒമ്മതി നമുക്ക് ഞാൻ ഇപ്പോഴും പറയാം, നമ്മുടെ അന്യൻ സിനിമയിലെ ഒരു ഈ അന്യൻ്റെ എല്ലാ കരാട്ടക്കാരങ്ങളെല്ലാം തൂക്കി പറക്കിയിട്ട് അറിയില്ല. മെയ്ട്രിക്സിലെ സീനാണ് ആ ഫൈറ്റ് സീക്വൻസ് ഫുള്ള് മെയ്ട്രിക്സ് വെച്ചിട്ടാണോ എന്ന് പറയാം. ഈ മെയ്ട്രിക്സിലെ മെയ്ട്രിക്സ് റീലോഡഡ് ആണെന്ന് തോന്നുന്നത്, അതിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ്. അപ്പോൾ അത്രയ്ക്ക് കിഡിലോട്ട് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയാണ് മെയ്ട്രിക്സ്. ഇപ്പോഴും ഓർക്കുക, മെയ്ട്രിക്സ് 1, 2, 3 ഓക്കെ, ഇത് 3 മാത്രമേ കാണാവൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു കണ്ണാപ്പി സിനിമ ഇറക്കിയിട്ടുണ്ട്, അതായത് മെയ്ട്രിക്സ് റിസറക്ഷൻസ് 4ാമത്തെ. അത് ദയവ് കാണരുത്. കാരണം വെച്ചാൽ മെയ്ട്രിക്സ് 3 അതൊരു പെർഫെക്റ്റ് എൻഡിങ് ആയിട്ട് അതിൽ സിനിമയിൽ കൊടുത്ത് വച്ചിരിക്കുന്നതാണ്. എന്നിട്ടാണ് അമ്മമാർ ഇതിനകത്ത് ഈ വാളം ബ്ലോഗിനെ എടുത്തിട്ട് ആന കൊണ്ട് എന്നെ എന്താ പറയുക പുതിയൊരു സാധനം ഇറക്കിയിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നോ അമ്മ പൊട്ടിച്ച് കൈ കൊടുത്ത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും മെയ്ട്രിക്സ് നിങ്ങളെന്ന് പറയും, നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊളിയാണ്, സെക്കൻഡ് പുപ്പൊളി, 1 അധികം പൊളി. അപ്പോൾ നിങ്ങൾ എന്താ പറയുക കാണാൻ മറക്കരുത്. മെയ്ട്രിക്സ് ആണ് എൻ്റെ 2ാമത്തെ സജഷൻ. അപ്പോൾ ഏകദേശം നമ്മൾ പറയാം മെയ്ട്രിക്സ് പറഞ്ഞു, ജോൺ വിക്ക് പറഞ്ഞു, സ്പീഡ് പറഞ്ഞു, അങ്ങനെ എന്താ പറയുക പോയിന്റ് ബ്രേക്ക് ഓക്കെ, ഇതെല്ലാം ഞാൻ മൂവീസിനെ കുറിച്ച് നിങ്ങളുടെ സജഷനാണ്, നിങ്ങൾ കാണണം. ഇപ്പോൾ തന്നെ 5 എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ജോൺ വിക്കിൻ്റെ ഒരു 4 പാർട്ടും മെയ്ട്രിക്സിൻ്റെ ഒരു 3 പാർട്ടും കൂടെ പറഞ്ഞാൽ കുറേ കൂടുതലായി. പക്ഷേ എന്തായിരുന്നാലും എന്താ പറയുക ടൈം കിട്ടുമ്പോഴേക്കെന്ന് പറയും നിങ്ങളത് കാണുക. നിങ്ങൾ എക്സ്പീരിയൻസ് സ്കിപ്പ് അടിക്കാതെ എന്ന് പറയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് അടിക്കുക തന്നെ കാണണം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, ഇനി നമുക്ക് നമ്പർ 1 പോകാം. ദ നമ്പർ 1 കിയാനു റീവ്സിൻ്റെ നമ്പർ 1 സിനിമ. എൻ്റെ ഒരു അഭിപ്രായമാണ്, പലർക്കും ജോൺ വിക്കൊക്കെ ആയിരിക്കും നമ്പർ 1. പക്ഷെ എന്തായിരുന്നാലും കിയാനു റീവ്സിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എടുത്ത ഒരു സിനിമ എൻ്റെ അഭിപ്രായത്തിൽ കോൺസ്റ്റന്റൈൻ ആണ്. കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൾട്ട് ക്ലാസിക് എന്ന് പറയും സിനിമ ഒരു സിനിമയാണ്. കാരണം വെച്ചാൽ ഒരു ഹൊറർ എലമെന്റിൽ ഒരു രക്ഷയില്ലാതെ എന്താ പറയുക ഏഞ്ചൽസ്, ഡീമൺസ് ഇതിനെയൊക്കെ കുറച്ച് കൊണ്ടുവന്ന ഒരു ഡാർക്ക് ഒരു സിനിമയാണ്. പിന്നെ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കുമല്ലോ, നമ്മുടെ DC കോമിക്സിലെ ജസ്റ്റിസ് ലീഗിൻ്റെ ഗ്യാങ്ങിലൊക്കെ കൂടാതെ വന്ന ഒരു കണ്ണാപ്പിയാണ്, ഒരു UK കാരനാണ് കോൺസ്റ്റന്റൈൻ. ഡാർക്ക് അതായത് ജസ്റ്റിസ് ലീഗ് ഡാർക്കിൻ്റെ അകത്തും കോൺസ്റ്റന്റൈൻ ഉണ്ട്. പിന്നെ ബാറ്റ്മാനൊക്കെ ഒരുപാട് എന്താ പറയുക പല അടിപിടി എന്താ പറയുക വാക്തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇഷ്ടം പോലെ എന്താ പറയുക കോമിക് ലൈൻസിൽ നമ്മുടെ കോൺസ്റ്റന്റൈന് ഒരുപാട് സ്റ്റോറി ലൈനുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും സൂപ്പർമാനെ കോൺസ്റ്റന്റൈൻ അതൊരു മാജിക് പറഞ്ഞെന്ന് പറയും സൂപ്പർമാൻ്റെ കിളി വറുത്തുന്നുണ്ട് ഒരു കോമിക് ഇതുണ്ട്. പക്ഷേ ഇത് സിനിമയിലല്ല. അപ്പോൾ കോൺസ്റ്റന്റൈൻ എന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. DC കോമിക്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമിക് ക്യാരക്ടറാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല, ആ പരിപാടിയൊന്നുമല്ല. ഇത് ഭയങ്കര എക്സ്ട്രീം ഡാർക്കായിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പോലും ഇതൊക്കെ ആ വേ ഓഫ് തിങ്കിങ് ഉണ്ടല്ലോ, അതിനാണ് ഇത് എന്ന് പറയുന്നത് നമുക്കൊരു അവാർഡ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത് ആ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയല്ല, പൊളി. അതാണ് ആ എക്സിക്യൂഷൻ ലെവലാണ് എനിക്ക് സത്യം പറഞ്ഞത് ഇതിൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിയാനു റീവ്സിൻ്റെ ഫസ്റ്റ് അതെന്ന് വെച്ചാൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഒരു സിനിമ തന്നെയാണ് കോൺസ്റ്റന്റൈൻ. പിന്നെ വേറൊരു കാര്യങ്ങൾ പിന്നെ DC കോമിക്സ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബാറ്റ്മാനും സൂപ്പർമാനും പ്രതീക്ഷിക്കൽ ഇത് കോൺസ്റ്റന്റൈൻ്റെ സ്റ്റാൻഡ് എലോൺ മൂവിയാണ്. മറ്റതായിട്ട് ബന്ധം വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. മര്യാദയ്ക്ക് ഒരു സ്റ്റാൻഡ് എലോൺ മൂവിയായിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡീമൺ ഹണ്ടർ സെറ്റപ്പിലാണ് ഇതിൽ ഇഷ്ടം പോലെ എന്ന് പറയും നിങ്ങൾ മെമ്മറബിളായിട്ടിരിക്കുന്ന പല സീൻസും കാര്യങ്ങളൊക്കെ എന്ന് പറയും പല ആക്ഷനും കാര്യങ്ങളും ഒരുപാട്. അപ്പോൾ അതാണ് കോൺസ്റ്റന്റൈൻ കാണാൻ മറക്കരുത്. കാലത്തെ ക്ലാസിക് പടമാണ്. നമ്മുടെ കോൺസ്റ്റന്റൈൻ്റെ പുതിയ സീക്വൽ, അതായത് അടുത്ത ഫ്യൂച്ചർ ഒരു സീക്വൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിയാനു റീവ്സ് എന്ന് പറയും സ്ക്രിപ്റ്റ് വരെ എന്താണെന്ന് എങ്ങനെ കണ്ടെന്ന് പറഞ്ഞാണ് 2024 സ്ക്രിപ്റ്റ് കണ്ട് കിയാനു റീവ്സിന് അതൊക്കെ ഇഷ്ടപ്പെട്ട്. പക്ഷേ
എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണ്ടെന്നേ ഞാൻ പറയും. വെറുതെ ചുമ്മാ വാണം ബ്രോസ് ആണളിയാൻ. എൻ്റെ വീഡിയോയിൽ വാണം ബ്രോസിനെ ചീത്ത വിളിക്കാതെ എന്ത് പറയും, ദിവസങ്ങളില്ല. എപ്പോൾ പറഞ്ഞാലും ഇതാണ് വാണം ബ്രോസ് ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു പേടിയുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പുതുതായിട്ട് എന്താ പറയുക എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ വേറൊരു വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്. കിയാനു റീവ്സ് ഞാൻ പറഞ്ഞാൽ നൈസസ്റ്റ് ഗായാണ്, പാവമാണ്. കാരണം വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കുമ്പം കിയാനു റീവ്സ് പാവം നമുക്ക് ചെയ്യാമെന്ന് പറയാം. അവനെ കിയാനു റീവ്സിന് വേണ്ടാന്ന് പറയാമെന്ന് പറയാം, അങ്ങനെ ചെയ്യത്തില്ല. പാവമായതുകൊണ്ട് പറ്റിക്കും. ഈ വാണം ബ്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ മെട്രിക്സിൻ്റെ ആ സിനിമ കൊണ്ട് കിയാനു റീവ്സിനെ കൊണ്ട് ചെയ്ത് പറ്റിച്ചതുമാതിരി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോൺസ്റ്റന്റൈൻ്റെ അടുത്ത സ്ക്രിപ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവന്മാർ വീണ്ടും കിയാനു റീവ്സിനെ കൊണ്ട് എന്താ പറയുക പണിയെടുപ്പിക്കും, അതിനെ പൊട്ടിക്കാൻ തന്നെ ചാൻസ്. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കാം. എന്തായിരുന്നാലും എന്താ പറയുക, ജെയിംസ് ഗണ്ണൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ജെയിംസ് ഗണ്ണിന് എന്താ പറയുക ട്രസ്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ജെയിംസ് ഗണ്ണ് ഈ വക പരിപാടികളൊക്കെ ഭയങ്കര കിടിലായിട്ടുണ്ട് ജെയിംസ് ഗണ്ണ് ചെയ്യും. അപ്പം ആ ഒരു ട്രസ്റ്റ് എനിക്കുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. ഒരു പ്രതീക്ഷ അത്രയല്ലേ ഉള്ളൂ. എല്ലാ പ്രതീക്ഷ അതിലല്ല എന്താ പറയുക വിശ്വാസം അതല്ലേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞ സിനിമകളെന്ന് പറയാം, കോൺസ്റ്റന്റൈൻ, മെട്രിക്സ് സീരീസ് 3 ഉണ്ട്, ജോൺ വിക്കിന് 4 സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡിനും കുറേ സീരീസ് ഉണ്ട് കേട്ടോ. സ്പീഡിനും ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ട്. പക്ഷേ സ്പീഡ് നിങ്ങൾ ഇത് കിയാനു റീവ്സ് അഭിനയിച്ചത് ഫസ്റ്റിൽ മാത്രമാണ്. സെക്കൻഡിലെ വേറെ ഏതോ ഒരു നടനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് ഞാൻ എന്താ പറയുക അത് പിന്നെ കണ്ടാൽ മതി. നമുക്ക് കിയാനു റീവ്സിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് കിയാനു റീവ്സിൻ്റെ കാര്യം നമുക്ക് പറയാം. അപ്പോൾ സ്പീഡ് ഫസ്റ്റ് എന്താ പറയുക അത് കാണണം. അതിനുശേഷം എന്താ പറയും പോയിന്റ് ബ്രേക്ക്. തീർച്ചയായിട്ടും ഇതിന് ഇനിയും ഒരുപാട് എന്താ പറയുക ഇഷ്ടം പോലെ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പാർട്ട് 2 ഇറക്കണം, എങ്കിലേ പറഞ്ഞ് തീരത്തുള്ളൂ. ഇപ്പം തന്നെ സമയം എന്താ പറയുക പറഞ്ഞ് സമയം ഒരുപാട്. അതാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ സജഷൻ അതാണ്. ഇത് ഇത്രയും പറയുക നിങ്ങൾ കാണുക. അപ്പോൾ ഇതാണ് എൻ്റെ സജഷൻ. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ഓർപ്പെടുന്നത് കാണുന്നതായിരിക്കും. ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു കിയാനു റീവ്സ് പീസ് ഔട്ട്.